അതിർത്തി പ്രദേശമായ പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് വ്യാജ ലോട്ടറി മാഫിയ സജീവമാക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി INTUC ലോട്ടറി തൊഴിലാളി യൂണിയൻ നേതാക്കൾ. വ്യാജ ലോട്ടറികളുടെ വിപണനവും ഓൺലൈൻ സെറ്റ് ലോട്ടറി തട്ടിപ്പുകളും ലോട്ടറി മേഖലയെ തകർക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. കേരളത്തിലെ പ്രത്യേകിച്ച് പാലക്കാട് ജില്ല തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് വ്യാജ ലോട്ടറി ഒരുപാട് വിറ്റഴിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഞങ്ങളുടെ യൂണിയൻ ശക്തമായി തന്നെ അതിനെ കളക്ടറുമായി ബന്ധപ്പെടുകയും SP-ക്ക് ഇതിനെക്കുറിച്ചുള്ള പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ലോട്ടറിയുടെ ലക്ഷ്യം പാവപ്പെട്ടവനെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ലോട്ടറി മേഖല ഉണ്ടായതും ഈ ലോട്ടറി മേഖലയോട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഈ ഓൺലൈൻ ലോട്ടറി അല്ലെങ്കിൽ ഇത്തരമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നിർത്തണം. സെറ്റ് ലോട്ടറി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ സെറ്റ് ലോട്ടറിയുടെ ഒരു നമ്പർ കാണിച്ചുകൊണ്ട് ഈ 50 രൂപയ്ക്ക് ലോട്ടറി എടുത്താൽ 600 രൂപയ്ക്ക് ഈ വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ആക്ച്വലി സെറ്റ് ലോട്ടറിയിൽ 12 പകരം 1 മാത്രമേ വെക്കുന്നുള്ളൂ. ഇത്തരം സംവിധാനങ്ങളാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള ഈ അതിർത്തി പ്രദേശങ്ങൾ പോകുമ്പോൾ കടയുണ്ടാവും, കട തുറക്കില്ല. കടയിലെല്ലാം സംവിധാനം നടക്കുന്നത് ഉൾപ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വാജ്യമായിട്ടുള്ള ലോട്ടറികൾ ഇതുപോലെ ഉണ്ടാക്കുകയും പൈസ അടിക്കുന്ന ലോട്ടറിയുടെ വ്യാജ ലോട്ടറി ഉണ്ടാക്കി അത് എങ്ങനെയെല്ലാം ഇതിനെ മിസ്യൂസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് ഈ കാര്യത്തിൽ ശക്തിയായി ഇടപെടണം. സാധാരണക്കാരുടെയും ഭാഗ്യാനുഭവികളുടെയും തണലായി മാറിയ ലോട്ടറി മേഖലയെ ഇന്ന് വൻകിടക്കാർ പണം സമ്പാദിക്കാനുള്ള വഴി മാത്രമായി മാറ്റിയിരിക്കുകയാണ്. പാലക്കാട് പോലെ അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ വ്യാജ ലോട്ടറികളും ഓൺലൈൻ ലോട്ടറി നെറ്റ്വർക്കുകളും വൻതോതിലാണ് പടർന്നു പന്തലിക്കുന്നത്. ഇതിനു പുറമെ സമ്മാനാർഹമായ ലോട്ടറികളുടെ വ്യാജം നിർമ്മിച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളും സജീവമാണ്. ഓൺലൈൻ ലോട്ടറി സംവിധാനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കേരള സർക്കാരും ആഭ്യന്തര വകുപ്പും അടിയന്തരമായി ഇടപെടണം. കേരളത്തിനൊപ്പം തമിഴ്നാട് സർക്കാരും സംയുക്തമായി നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ അതിർത്തി കടന്നുള്ള ഈ തട്ടിപ്പ് സംഘങ്ങളെ പൂട്ടാൻ സാധിക്കൂ എന്നും INTUC വ്യക്തമാക്കുന്നുണ്ട്. പരമ്പരാഗത ലോട്ടറി തൊഴിലാളികളുടെ ജീവിതോപാധി സംരക്ഷിക്കാനും ഈ മേഖലയിലെ അഴിമതിയും മാഫിയ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാനും ശക്തമായ നിയമ നടപടികൾ വേണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. ന്യൂസ് 99 ന്യൂസ് പാലക്കാട്. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.